ഏത് കിളിക്കാത്ത മുടിയും കിളിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഒറ്റ ഹെയർ ടോണിക് മാത്രം മതി. എൻ്റെ മുടിയിൽ ഞാൻ പരീക്ഷിച്ച് വിജയിച്ച ഒരു ഹെയർ ടോണിക്കാണിത്. ഉറപ്പായിട്ടും നിങ്ങൾക്കും യൂസ്ഫുള്ളായിരിക്കും. നിങ്ങളുടെ മുടിക്കുണ്ടാകുന്ന ഏത് പ്രോബ്ലത്തിനും ഈ ഒരു ഹെയർ ടോണിക്ക് നല്ല ഒരു പരിഹാരമായിരിക്കും. ഇത് സ്കാൽപ്പിൽ ചുമ്മാ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ മാത്രം ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു ഹെയർ ടോണിക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അതിനായിട്ട് ഞാനൊരു ഇരുമ്പ് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം ഒന്ന് തിളച്ച് വരണം. നമ്മൾ ഇരുമ്പ് ചട്ടിയിലാവുമ്പോൾ ആ ഇരുമ്പിൻ്റെ സത്തും കൂടി നമ്മൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇരുമ്പ് ചട്ടി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതില്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പാത്രം എടുത്താലും മതി. ഇരുമ്പാവുമ്പോൾ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പം വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് തേയിലപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനൊരു 2 സ്പൂൺ അളവിൽ തേയിലപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. 1 ഗ്ലാസ് അളവിന് വെള്ളത്തിന് 2 സ്പൂൺ അളവിൽ തേയിലപ്പൊടി, അതാണ് അതിൻ്റെ കണക്ക്. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് കരിഞ്ജീരകമാണ്. ഒരു 2 സ്പൂൺ അളവിൽ കരിഞ്ജീരകം കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കരിഞ്ജീരകം വളരെ യൂസ്ഫുള്ളാണ്. നരച്ച മുടി കറുപ്പിക്കുന്നതിനും മുടി കിളിക്കുന്നതിനും ഈ കരിഞ്ജീരകം വളരെ ഫലപ്രദമായ ഒന്നാണ്. നമ്മൾ ഉറപ്പായിട്ടും കുറച്ചെങ്കിലും നമ്മളുടെ വീട്ടിൽ ഈ കരിഞ്ജീരകം മേടിച്ച് വെക്കേണ്ടതാണ്. ഇനി വേണ്ടത് ജീരകമാണ്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഉലുവയാണ്. ഉലുവ ഒരു 3 സ്പൂൺ അളവിൽ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവ വളരെ നല്ലതാണ്. നിങ്ങളുടെ മുടിയിലുണ്ടാകുന്ന എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരമാണ് ഈ ഉലുവ എന്ന് പറയുന്നത്. ഇത് താരൻ പോകുന്നതിനും മുടി കിളിക്കുന്നതിനും ഒക്കെ വളരെ നല്ലതാണ് ഈ ഉലുവ. അപ്പോൾ അതൊരു 3 സ്പൂൺ അളവിൽ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ അളവിൽ ഗ്രാമ്പൂ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നല്ല തിളച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഇനിയും ഒരു ചെറിയ കഷ്ണം നാരങ്ങ ഇട്ട് കൊടുക്കാം. ഒരുപാടൊന്നുമില്ല, ഒരു ചെറിയ കഷ്ണം മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഈ നാരങ്ങ ഇടുന്നത് നിങ്ങളുടെ തലയിൽ ഡാൻഡ്രഫൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പോകുന്നതാണ്. തന്നെയല്ല നല്ല നമ്മളുടെ സ്കാൽപ്പെല്ലാം നല്ല ക്ലീൻ ആക്കി വെക്കുന്നതിനും ഈ നാരങ്ങ സഹായകരമാകും. അപ്പോൾ നന്നായിട്ട് തിളപ്പിച്ചുകൊണ്ടിരിക്കുക. ഇനി വേണ്ടത് പനിക്കൂർക്കയാണ്. ഈ പനിക്കൂർക്ക കൂടി കുറച്ചുകൂടി ഇട്ട് കൊടുക്കുക. ഈ പനിക്കൂർക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഉലുവ എന്നൊക്കെ പറഞ്ഞത് വളരെ തണുപ്പുള്ള ഇതാണ്. അപ്പോൾ ഈ തണുപ്പ് ഒരുപാട് ആയി കഴിയുമ്പോൾ ചിലർക്ക് ജലദോഷമൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പനിക്കൂർക്ക ചേർക്കുന്നത്. പനിക്കൂർക്ക ചേർക്കുന്നതിന് വേറെയും ഗുണങ്ങൾ ഒരുപാടുണ്ട്. അതായത് നമ്മളുടെ മുടിയൊക്കെ കറുപ്പാക്കുന്നതിനും ഈ പനിക്കൂർക്ക സഹായകരമാകും. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി എടുക്കുന്നുണ്ട്. അതുകൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയ്ക്കും പനിക്കൂർക്കയ്ക്കും പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ജലദോഷമൊക്കെ വരുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പനിക്കൂർക്ക കുറച്ച് അധികം ചേർത്തുകൊള്ളൂ. വളരെ നല്ലതാണ്. അപ്പം നല്ല രീതിയിൽ അത് തിളച്ച് വരുന്നുണ്ട്. ഇനി ഞാനൊരു 3 സ്പൂൺ അളവിൽ അരി കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ ചോറ് വെക്കാൻ എടുക്കുന്ന അരിയാണത്. അതൊരു 3 സ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ റൈസ് എന്ന് പറയുന്നത് വളരെ നല്ലതാണ് കേട്ടോ. നിങ്ങളുടെ മുടി കൊഴിച്ചിൽ മാറുന്നതിനും മുടി കിളിക്കുന്നതിനും വളരെ സഹായകരമാണ്. ഈ കഞ്ഞിവെള്ളമൊക്കെ വളരെ നല്ലതാണ് മുടിക്ക്. അപ്പോൾ ഞാൻ ഒരു 3 സ്പൂൺ അളവിൽ റൈസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി നല്ലതായിട്ട് തിളപ്പിച്ച് നമുക്ക് എടുക്കാം. ഇത് സിമ്മിലിട്ട് നല്ല തിളപ്പിച്ച് അത് വറ്റിച്ചെടുക്കണം. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്കത് സിമ്മിലിട്ട് കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. നല്ല തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇട്ട് കൊടുക്കുന്നത് ഞവര അരിയാണ്. ഈ ഞവര അരി നിങ്ങളുടെ മുടി പെട്ടെന്ന് കിളിക്കാൻ സഹായകരമാകും. ഒരു 3 മാസം കൊണ്ടൊക്കെ നിങ്ങളുടെ മുടി പെട്ടെന്ന് കിളിക്കാൻ വേണ്ടിയിട്ട് ഈ ഞവര അരി സഹായകരമാണ്. അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റുകളൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഹെയർ ഗ്രോത്തിന് പറ്റിയ ഒന്നാണ് ഞവര അരി. അപ്പോൾ അതുകൂടി ഒരു 2 സ്പൂൺ അളവിൽ ഞവര അരി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ല ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഞവരയരി ഇട്ട് കഴിയുമ്പോൾ ഇതൊരു കുറുകിയ പരുവമാകും. അപ്പം ഒരുപാട് അങ്ങ് കുറുകി പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കണം. ഇല്ലെങ്കിൽ ഇത് അരിച്ചെടുക്കാൻ പ്രയാസകരമാകും.
അപ്പം എന്താ നല്ല തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇത് ഒരുപാട് തണുക്കുന്നതിന് മുന്നേ അരിച്ചെടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അരിക്കാൻ കുറച്ച് പ്രയാസകരമാകും. നമ്മൾ ഞവരരി അതൊരു കൊഴുപ്പ് പോലെ ഇരിക്കുന്നത് കൊണ്ട് പെട്ടെന്നത് ഇങ്ങനെ കുറുകി വരാൻ സാധ്യതയുണ്ട്. അപ്പം എന്താ നമ്മളുടെ ഹെയർ ടോണിക്ക് നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്, കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ ഒരു ബ്ലാക്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മളുടെ മുടി കറക്കുന്നതിന് സഹായകരമാണ്, കിളിക്കുന്നതിന് സഹായകരമാണ് കേട്ടോ. എല്ലാ നിങ്ങളുടെ തലമുടിക്ക് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടോ അതിനെല്ലാം ഇത് സഹായകരമാണ്. അപ്പോൾ എന്താ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ ചൂടോടു കൂടി തന്നെ നമുക്കിത് അരിച്ചെടുക്കണം. ഇതാ കളർ കണ്ടില്ലേ, നല്ല ഒരു ബ്ലാക്ക് കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഒറ്റ ഹെയർ ടോണിക്ക് മാത്രം മതി കേട്ടോ മുടി വളരാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ മുടിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു ഹെയർ ടോണിക്കിലുണ്ട്. കണ്ടില്ലേ, തണുക്കുന്നതിനനുസരിച്ചിട്ട് ഇതൊന്ന് കുറുകി വരാൻ തുടങ്ങും. അപ്പോൾ ഒരു ചെറിയ ചൂടോട് കൂടി തന്നെ നമുക്കിത് അരിച്ചെടുക്കണം. അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു തുണിയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇഴ ആകുന്ന തുണിയാകുമ്പോൾ കുറച്ചും കൂടി നന്നായിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതാ ഒരു അരിപ്പയാണുള്ളത്, ഞാൻ അതിൽ വെച്ചിട്ട് അരിച്ചെടുക്കുന്നുണ്ട്. തുണിയാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് അരിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ കൈകൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞ് തന്നെ എടുക്കുക. നമ്മൾ എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് മുടി കൊഴിഞ്ഞു പോകുക, പെട്ടെന്ന് തന്നെ നര വരിക എന്നുള്ളതൊക്കെ. അപ്പോൾ അതിനൊക്കെ നല്ല ഒരു പരിഹാരമാണ് ഈ ഒരു ഹെയർ ടോണിക്ക്. ഒരു പ്രാവശ്യം ഉണ്ടാക്കി വെച്ചാൽ കുറേ നാൾ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ 1 ഗ്ലാസ് അളവിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 ഗ്ലാസ് അളവിലെടുക്കുക. അപ്പം നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചും കൂടി കൂട്ടണം. ഞാൻ ഇത് ഉപയോഗിച്ച് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ മുടിയിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നതും കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം അത് യൂസ്ഫുൾ ആണെന്നുള്ളത്. അപ്പോൾ എന്താ നമ്മളുടെ ഹെയർ ടോണിക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റാം. ഏതെങ്കിലും ഒരു കുപ്പിയിലേക്ക് മാറ്റിയാലും മതി കേട്ടോ. ഇപ്പോൾ സ്പ്രേ ബോട്ടിലൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കുപ്പിയിലേക്ക് മാറ്റുക. എന്നിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ നല്ലതായിട്ട് മസാജ് ചെയ്ത് കൊടുത്താൽ മതിയായി. ഈ സ്പ്രേ ബോട്ടിലാകുമ്പോഴും നമുക്കിങ്ങനെ സ്പ്രേ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഈ സ്പ്രേ ബോട്ടിലിൽ ഒഴിക്കുന്ന ടൈമിൽ ഒരു 2-3 പ്രാവശ്യം നല്ല രീതിയിൽ അരിച്ചതിന് ശേഷം മാത്രമേ സ്പ്രേ ബോട്ടിലിൽ ആക്കാവുള്ളൂ. കാരണം ചിലപ്പോൾ അത് സ്പ്രേ ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ നമുക്കത് സ്പ്രേ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നല്ല രീതിയിൽ ഫിൽറ്റർ ചെയ്തിട്ട് വേണം നമ്മൾ ഈ ബോട്ടിലിൽ ആക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മളുടെ നരച്ച മുടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നല്ല കറുപ്പാകുന്നതാണ്. സ്കാൽപ്പിലേക്ക് നമുക്കിത് ഡയറക്റ്റ് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ മുടി കൊഴിച്ചിലിനും വളരെ നല്ലതാണ് കേട്ടോ. നിങ്ങളുടെ മുടിക്ക് ഉണ്ടാകുന്ന ഏതൊരു പ്രശ്നത്തിനും ഈ ഒരു ഹെയർ ടോണിക്ക് സഹായകരമാകും. അപ്പോൾ എന്താ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ഉപയോഗിക്കാറുണ്ട്. ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നരച്ച മുടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അടിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നരയൊന്നും കാണില്ല കേട്ടോ. അപ്പോൾ അത് അത്ര പവർഫുള്ളായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ കുറച്ച് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മളുടെ മുടിയൊക്കെ കറുപ്പാകുന്നത്. ഒറ്റ യൂസിൽ കുറച്ചൊരു മാറ്റം വരും. പക്ഷേ നമ്മൾ കണ്ടിന്യൂ യൂസ് ചെയ്യുമ്പോഴാണ് നമുക്കതിന് ശരിയായിട്ടുള്ള ഫലം കിട്ടുക. കുളിക്കുന്നതിന് മുന്നായിട്ട് 1 മണിക്കൂറെങ്കിലും നമ്മൾ തലയിൽ വെക്കുക. അതിനിപ്പോൾ കുളിച്ചില്ലെങ്കിലും കുളിച്ച് കഴിഞ്ഞിട്ടാണ് നിങ്ങളിത് സ്പ്രേ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരുപാട് അങ്ങ് അടിക്കാതെ കുറച്ച് മാത്രം അടിച്ച് തലയിൽ വെച്ച് കഴിഞ്ഞാലും നമ്മൾ തല നനയ്ക്കേണ്ട കാര്യം ഉണ്ടാവില്ല കേട്ടോ. അതങ്ങനെ ഇരുന്നോളും, കുഴപ്പമൊന്നുമില്ല. താരനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൊക്കോളൂ കേട്ടോ. അപ്പോൾ എന്താ ഞാൻ തലയിലെല്ലാം നല്ല രീതിയിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മസാജും കൂടി ചെയ്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ഒരു ബ്ലഡ് സർക്കുലേഷനൊക്കെ നമ്മളുടെ തലയിൽ നല്ല രീതിയിൽ വരുന്നതാണ്. നിങ്ങളുടെ മുടി ഇടയ്ക്കൊക്കെ ഇങ്ങനെ മസാജ് ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഏതെങ്കിലും ഒരു ഹെയർ ടോണിക്കോ അല്ലെങ്കിൽ സിറമോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഓയിലോ ഉപയോഗിച്ചിട്ട് നമ്മളുടെ മുടി നല്ല രീതിയിൽ ഇങ്ങനെ മസാജ് ചെയ്യുന്നത് മുടി കിളിക്കുന്നതിനും മുടി കൊഴിച്ചിൽ മാറുന്നതിനുമൊക്കെ വളരെ സഹായകരമാണ്. അപ്പം എന്താ ഞാൻ സിറമെല്ലാം നല്ല രീതിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ മുടി വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷാമ്പൂ റെഡിയാക്കി എടുക്കാനുണ്ട്.
അതിനായിട്ട് കുറച്ച് കോഫി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഏത് ഷാമ്പു ആണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് ആ ഷാമ്പു എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് ഇങ്ങനെ ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഷാമ്പു ഡയറക്റ്റ് ഉപയോഗിക്കാതെ ഈ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ മുടിക്കൊരു ഒരു കോഫി ബ്രൗൺ കളറൊക്കെ കിട്ടുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2-3 തുള്ളി മാത്രം നാരങ്ങാ നീര് കൂടി ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് ഒഴിക്കേണ്ട കാര്യമില്ല. ഒരു 2-3 തുള്ളി മാത്രം മതിയാകും. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തത് നമുക്ക് മാറ്റി കുറച്ച് നേരം വെക്കാം. നിങ്ങൾ ഷാമ്പു ഉപയോഗിക്കുന്ന ടൈമിൽ ഈ രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഡയറക്റ്റ് ഷാമ്പു തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളുടെ മുടിയെല്ലാം പൊട്ടിപ്പോകാനും കൊഴിഞ്ഞു പോകാനും ഒക്കെ കാരണമാകാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ നമുക്കിനിയും തലയെല്ലാം കഴുകിയിട്ട് വരാം. വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പം നല്ല നല്ല വീഡിയോകൾക്കായിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ല ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.